മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഓഡിൻ എത്രമാത്രം പവർഫുൾ ആണെന്ന് നിങ്ങൾക്കറിയാമോ? ഓഡിനെ പറ്റി അത്ര ധാരണയില്ലാത്തവർ പറയും അദ്ദേഹം വെറും ഒരു കിളവനല്ലേ, മകനായ തോറിന്റെ അത്ര പോലും ഓഡിൻ വരില്ല എന്നൊക്കെ. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമുക്കറിയാം ആസ്ഗാർഡിയൻസിന് പ്രായം കൂടുന്തോറും അവർ അതിശക്തരായിട്ട് മാറും. തോറിന് അത്ര പ്രായമായിട്ടില്ല. തോർ എന്ന മൂവിയിൽ തോറിനെ ഓഡിൻ അൺവർത്തിയാക്കിയത് നമ്മൾ കണ്ടതാണ്. ഓഡിന് ഓഡിൻ ഫോഴ്സ് എന്ന ശക്തമായ പവർ ഉണ്ടെന്ന് നമുക്കറിയാം. ഓഡിൻ ഫോഴ്സ് എന്ന പവർ ഏതാണ്ട് കോസ്മിക് ലെവൽ പവേഴ്സ് ഓഡിന് കൊടുക്കുന്നുണ്ട്. സെലസ്റ്റിയൽസ്, ഗലാക്ടസ്, സർത്തർ എന്നിവരോട് പോലും പോരാടാൻ ഓഡിന് സാധിക്കും. റിയാലിറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്യാനും മരണപ്പെട്ടു പോയവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ടൈമിനെയും സ്പേസിനെയും വരെ മറികടക്കാനും ഓഡിന് സാധിക്കും. എന്നാൽ ഓഡിൻ സ്ലീപ്പ് എന്ന അതിശക്തമായ പവർ കാലക്രമേണ ക്ഷയിക്കാൻ തുടങ്ങും. ആ കാരണം കൊണ്ട് തന്നെ ഓഡിന് ഓഡിൻ സ്ലീപ്പിലേക്ക് പോകേണ്ടതായിട്ട് വരാറുണ്ട്. ഓഡിൻ വളരെ പവർഫുൾ ആയ ഒരു ഗോഡ് ആണെങ്കിലും കോസ്മിക് എൻറ്റിറ്റീസ് ആയ ഇറ്റേണിറ്റിക്കും ലിവിംഗ് ട്രൈബ്യൂണലിനും ഒക്കെ താഴെയാണ് ഓഡിന്റെ സ്ഥാനം. MCUവിലെയും മാർവൽ കോമിക്സിലെയും ഓഡിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മിക്സ് ചെയ്താണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഓഡിനെ പറ്റി നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക.